കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർക്കും ടൗൺ സിഐക്കുമെതിരെ മർദ്ദന ആരോപണം ഉന്നയിക്കുകയാണ് KSU നേതാവ്. 2023 ഡിസംബർ മാസം 21 നടന്ന DDE ഓഫീസ് മാർച്ചിനിടെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് എത്തുമെന്നറിഞ്ഞപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റി താൻ പോലീസിനെ ആക്രമിച്ചു എന്ന കഥയുണ്ടാക്കിയെന്നും സൂരജ് പറഞ്ഞു. പോലീസ് ക്രിമിനലുകളും ഗുണ്ടകളുമാണ് ഭരിക്കുന്നത്. അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ് ഞാൻ. 2023 ഡിസംബർ മാസം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് DD ഓഫീസിലേക്ക് DDയെ കണ്ട് സംസാരിക്കാൻ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ KSUവിൻ്റെ 10-20ഓളം ഭാരവാഹികൾ പോകുന്നു. ഒരു 9 ആളുകൾ അതിനുള്ളിൽ കയറി സംസാരിക്കുന്നു. അത് പോലീസിനെ അറിയിച്ചില്ല, എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കസവാസിയായിരുന്ന കൈലാസാറിൻ്റെ നേതൃത്വത്തിൽ സംഘം ആളുകൾ കയറി വരികയാണ്. വന്ന് ഞങ്ങളെ പിടിച്ചു വലിച്ച് ഒരു സമരത്തിനോടും ചെയ്യാത്ത മര്യാദഘട്ട രീതിയിൽ ഞങ്ങളെ ഓഫീസ് മുറിയിൽ നിന്ന് പിടിച്ചു വലിച്ച് പുറത്തേക്കിട്ട് അങ്ങനെ അത് കസബ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. കസബ സ്റ്റേഷനിലെത്തി ഞങ്ങളവിടെ എല്ലാവരെയും ഒരുമിച്ച് നിലത്തിരുത്തുന്നു. അവിടെ വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടാവുന്നു. വണ്ടിയിൽ നിന്ന് ഇറക്കുമ്പോൾ എന്നെ ഉന്തിത്തള്ളി താഴേക്കിടുന്നു. അപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകനെ കുത്തിന് പിടിക്കുന്ന സമയത്ത് ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ കൈ പിടിച്ച് തിരിച്ച് നിലത്തൂടെ വലിച്ച് അവിടെ പുള്ളിക്ക് അരിശം തീർക്കാനെന്നോളം ലോക്കപ്പിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഇട്ടു. മുന്നിൽ നിന്ന് എൻ്റെ കൈ വീണ്ടും മുന്നോട്ട് വലിച്ചു നിലത്തിടുകയാണ്, തലയടിക്കുന്ന രീതിയിൽ. അങ്ങനെ വലിയ ടോർച്ചറിങ്ങിന് ആ സ്റ്റേഷനിൽ ഞാൻ വിധേയമായിട്ടുണ്ട്. രതീഷ് ഉണ്ട് നമുക്കിപ്പം കോഴിക്കോട് നിന്ന്. രതീഷ്, ഇതിപ്പോൾ എന്തുകൊണ്ട് രതീഷ് ഓരോ സംഭവം കഴിഞ്ഞു അതിന് പിന്നാലെ എത്ര ലോക്കപ്പ് മർദ്ദനങ്ങളുടെ വിവരങ്ങളാണ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്? സൂരജിന്റെ വാക്കിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സേതുലക്ഷ്മി, തീർച്ചയായും പോലീസിൻ്റെ വിവേചനരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ അനീതിയുടെ ചില കഥകളാണ് പുറത്തു വരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഈ പുതിയ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. വലിയ ശുചിത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നത്. വിവിധയിടങ്ങളിൽ നിന്ന് വിവിധ ആളുകൾ ഈ പോലീസിൻ്റെ അതിക്രമങ്ങൾ നേരിട്ടത്, വർഷങ്ങൾക്ക് മുമ്പ് പോലും നേരിട്ടത് പുറത്തു പറയുന്നു. പൊതുപ്രവർത്തകർക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ വലിയ മർദ്ദനമേൽക്കേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരം. ജനാധിപത്യ ഗവൺമെൻറ്റിൽ ഇത്തരം പൊതുപ്രവർത്തകർ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഇത്തരം മർദ്ദനമേൽക്കുന്നു. SFIക്കാർക്ക് മർദ്ദനമേൽക്കുന്നു, KSUക്കാർക്ക് മർദ്ദനമേൽക്കുന്നു. അപ്പം ഇതിന് രാഷ്ട്രീയമില്ലാതെ തന്നെ പോലീസ് ഇത്തരത്തിൽ ഗുണ്ടകളെപ്പോലെ ഈ പൊതുപ്രവർത്തകരോട് പെരുമാറുന്നു എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്. സൂരജ് ഉൾപ്പെടെ പറയുന്നത് അതിക്രൂരമായി മർദ്ദിച്ചു, ആ കാലത്ത് CCTV ഇല്ലാത്ത ഭാഗങ്ങളിലേക്ക് മാറ്റി ആണ് മർദ്ദനം നടത്തുന്നത്. അപ്പോൾ ബോധപൂർവമാണ് ഈ മർദ്ദനം. അത് രാഷ്ട്രീയത്തിനപ്പുറം, ഒരു രാഷ്ട്രീയ വിരോധത്തിനപ്പുറം ആളുകളെ കൈകാര്യം ചെയ്യുന്നു. പൊതുപ്രവർത്തകരെ പോലും മാനിക്കാത്ത രീതിയിൽ സംഭവങ്ങളുടെ ഗൗരവം മെറിറ്റും ഒന്നും പരിശോധിക്കാതെയാണ് പോലീസ് ഇത്തരം പൊതുപ്രവർത്തകരെ പോലും കൈകാര്യം ചെയ്യുന്നത്. അതിൽ രാഷ്ട്രീയം നോക്കാതെയുള്ള മർദ്ദനം എന്ന് തന്നെ പറയേണ്ടി വരും. ആ വിഷയത്തിൽ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെ ന്യായമായ നീതിപൂർവമായ കേസെടുക്കൽ നടപടികളിലേക്ക് പോകാതെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ മർദ്ദിക്കുന്ന സാഹചര്യം വലിയ ആശങ്കപ്പെടുത്തുന്നതാണ്. കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ പോലീസിൻ്റെ ഈ നിയമവിരുദ്ധമായ ഈ ഇത്തരത്തിലുള്ള മർദ്ദന പരാതികളുമായി രംഗത്ത് വരുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. അത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ വരെ പറയുന്നു. പോലീസിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾക്ക് തന്നെ പോലീസിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു സർക്കാരിന് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. അതിന് കൂടുതൽ തെളിവുകൾ വരുന്നുണ്ട്. ജനമൈത്രി പോലീസിൻ്റെ വലിയ തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ ഇത്തരത്തിൽ പോലീസിലെ ചില ആളുകളുടെ ഇത്തരം വിവേചനരഹിതമായ അല്ലെങ്കിൽ ഒരു കാര്യമായ വിവേകശൂന്യമായ നിലപാട് പൊതുപ്രവർത്തകരോട് ഉൾപ്പെടെ ഉണ്ടാവുന്നു എന്നത് തുടർക്കഥയാവുന്നത്. നിരവധി ആളുകൾ പരാതിയുമായി രംഗത്ത് വരുന്നത്. അതിൽ രാഷ്ട്രീയ ഭേദമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. SFIക്കാർ വരുന്നു, KSUക്കാർ വരുന്നു. നിരന്തരമായി പോലീസ് ഇത്തരത്തിലാണ് പൊതുപ്രവർത്തകർ ഉൾപ്പെടെ പെരുമാറുന്നത്. അപ്പോൾ സാധാരണക്കാരോട് എങ്ങനെ പെരുമാറും എന്ന ചോദ്യമാണ് സമൂഹത്തിൽ നിൽക്കുന്നത്. അതുതന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത്. എന്നാൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉൾപ്പെടെ നൽകുമെന്നാണ് ഇപ്പോൾ സൂരജ് നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു പരാതി ആദ്യം വന്നു, അതിന് പിന്നാലെ തങ്ങൾ നേരിട്ട കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളും ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ നേരിട്ടെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ പേര് രംഗത്ത് വരികയാണ്. അതിന് ഇപ്പോൾ രതീഷ് പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ രാഷ്ട്രീയമില്ല. എല്ലാ വിഭാഗക്കാരും, നേതാക്കളടക്കം എല്ലാ നേതാക്കളും, KSU ആവട്ടെ, SFI ആകട്ടെ, കോൺഗ്രസ്, UDF ആകട്ടെ, CPM ആകട്ടെ എന്ന് വേണ്ട എല്ലാവരും ഈ ഓരോരുത്തരും നേരിട്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ നേരിട്ടിരിക്കുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്ത് വരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുകയുമാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു മറുപടി വന്നേ മതിയാവുകയുള്ളൂ. തുരുതുരാന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ